ായിരുന്നില്ല. ലീഗിലുണ്ടാകുന്ന ജീർണത കൂടുതൽ ബാധിക്കുക മറ്റു പാർട്ടികളിലെ ജീർണതകളെക്കാളും മുസ്ലിം സമുദായത്തെയാണ്. അതുകൊണ്ട് ലീഗിനെ ഉലമാക്കൾ ഉപദേശിച്ചു. അങ്ങനെ ഉപദേശിച്ചപ്പോ ഈ മൗലവിമാരെന്ത് ചെയ്തു? ലീഗുകാർക്ക് എല്ലാ വെള്ളവും വെളിച്ചവും കൊടുത്തു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, അന്ന് ഉലമാക്കൾ ലീഗിനെ ഉപദേശിച്ചപ്പോ ലീഗിനെ നന്നാകാൻ വിട്ടിരുന്നുവെങ്കിൽ ലീഗ് തകരുമായിരുന്നില്ല, ലീഗിൽ ജീർണത വരുമായിരുന്നില്ല. പൊന്നാപുരം കോട്ടകളായി പല മണ്ഡലങ്ങളും ഇന്നും ലീഗിനുണ്ടാകുമായിരുന്നു, കിതക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ എന്തേ ലീഗ് നന്നാകഞ്ഞത്? അത് ലീഗിലെ സാധാരണ ഉമറാക്കളെ കുഴപ്പമല്ല, ലീഗിലെ സാധാരണ മുസ്ലിം ചെറുപ്പക്കാരെ കുഴപ്പമല്ല. ഈ മൗലവിമാര് പിറകെ നിന്നിട്ട് എല്ലാ തോന്നിവാസത്തിനും തമ്മാടിത്തത്തിനും ഏണി വെച്ചു കൊടുത്തു. ഏണി വെച്ചു കൊടുത്തപ്പോഴോ മൊല്ലാക്ക നിന്ന് പാത്തിയ കുട്ടികൾ മരം കയറി പാത്തുമെന്ന നിലക്ക് സുഹൃത്തുക്കളെ, കേരളത്തിലെ സെക്കുലർ പാർട്ടികളിൽ ഉള്ളതിനേക്കാളും വൃത്തികെട്ട ജീർണതകൾ ലീഗിലുണ്ടാവുകയാണ്. കാരണം ലീഗിന്റെ തെറ്റുകൾക്ക് ഇവർ ദീന് കൊണ്ടാണ് പരിഹാരം പറഞ്ഞുകൊടുത്തത്. മമ്പാട്ടുള്ള ഒരു മൗലിയാര് സിംസാറിലൊക്കെ അയാൾ വയലറിഞ്ഞു കൊടുക്കാണ്, ലീഗിന് ഏണി വെച്ചു കൊടുക്കാൻ. എന്താ പറയുന്ന കാര്യങ്ങള്? സമസ്ത എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ള പാർട്ടിയാണ്, എന്നാൽ ലീഗ് എന്ന് പറഞ്ഞാൽ ദുന്യാവ് കിട്ടാനുള്ളതാണ്. എന്താ ഇപ്പൊ ലീഗ് തന്നെ ആകണം എന്ന് പറയാനുള്ള കാരണം? അത് മൗലിയാര് പറഞ്ഞു തരും. സമസ്ത ഉണ്ടായ ദുന്യാവ് ആഖിറം കിട്ടും, ലീഗ് ഉണ്ടായ ദുന്യാവും കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. അതാണ്. എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയാ വയലറിയല്. ഇന്റെ വിശ്വാസം എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ പോച്ച വിശ്വസിച്ചോളി അറിയാം, ഇയാൾക്ക് ചോറ് കൊടുക്കണോ? ഏതാണ് വിശ്വസിക്കേണ്ടതെന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? ഇയാള് പറയാണ് സമസ്ത സ്വർഗം കിട്ടാനാ. അത് മരക്കൽ തങ്ങളെ 90 കഴിഞ്ഞ് കുട്ടിണ്ടായി പെറ്റിടുന്ന സമസ്തയാണെങ്കിൽ സ്വർഗം ഇൻഷാ അല്ലാഹ് ഓക്കെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖട്ടെ. എന്നാൽ ലീഗ് ഉണ്ടായ ദുന്യാവ് കിട്ടുള്ളൂ എന്നുള്ള അഭിപ്രായം നമുക്കില്ല. ലീഗ് ഉണ്ടായ ദുന്യാവ് കുറെ കിട്ടും, കോൺഗ്രസ് ഉണ്ടായാലും ദുന്യാവ് കിട്ടും, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായാലും ദുന്യാവ് കിട്ടും. അത് മാങ്ങാനും അറിയണം, കൊണ്ടടക്കണോ നന്നാവും വേണം. അത്രയും നിർദ്ദേശം. ഇനി മൂപ്പര് പറയട്ടെ ലീഗിന്റെ പോരിശ. എന്തായാലും മാർക്സിസ്റ്റിനെക്കാട്ടൊക്കെ നല്ല നമ്മളെ ലീഗ് തന്നെയല്ല, പാണക്കാട് തങ്ങളല്ല അവിടെ ഉള്ളത്. അല്ലേ? ലീഗില് പാണക്കാട് തങ്ങൾ മാത്രമേ ഉള്ളൂ, യു സി രാമനുല്ലേ? ലീഗില് പാണക്കാട്ടെ തങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണനും ഇല്ലേ? എന്താ ഇബല് തലീ കെട്ടിയ മൂല്യമാര് ഏണിച്ചു കൊടുക്കുക? എന്തിനെ? ലീഗ് നന്നാകാനൊന്നല്ലത്. ലീഗാരെ കൊണ്ട് നമ്മളെ ഏറെറിയിച്ചണം. അതിന് ഈ കുട്ടികളെ നിങ്ങളെല്ലാം ചെയ്തോളി, നമ്മള് വേക്കലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിനെ? ഇവൻ അസൂയ തീർക്കണം. അത് AP ഉസ്താദ് നശിച്ചാ തീരേണ്ടത്, ഈ പ്രസ്ഥാനം നശിച്ചാ തീരേണ്ടത്. ലീഗ് നശിച്ചാലും ഈ അസൂയ കമ്പനിന്റെ ചക്കൊൾത്തിപ്പോരിന് ലീഗിനെ ചട്ടുകമാക്കാൻ മതത്തെ ദുരുപയോഗം ചെയ്ത് ഏണി വെച്ചു കൊടുക്കുകയാണ് തലീ കെട്ടിയ മൂല്യമാര്. മറ്റേ അച്യുതാനന്ദനും പിണറായിക്കല്ലോ ഒരിക്കലെങ്കിലും ഒന്നിട്ടുണ്ടാ? എന്തിനാ മനുഷ്യന്മാരെ പാലുണ്ടാക്കാൻ ഒന്നു? അത് ലുഹസ്കരിച്ചാനല്ലേ വേണ്ടി? പാലം തോടും റോഡുണ്ടാക്കാൻ ഒന്നുമാണോ? 90 കഴിഞ്ഞ സമസ്തേ ഇതാ ഞാൻ പായും തലക്കണിയുള്ളൂ കുട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ചീനച്ചട്ടിയും പായും തലക്കണി ഉണ്ടായ പെറ്റിടുന്ന ലദ്ദത്ത് കിട്ടുവോ? കുട്ടി മുലകൊടുക്കാൻ വേണോ? കുട്ടി ഉണ്ടായാ പോരാ, നാട്ടുകൂടെ യാത്രയിട്ട് നടക്കണമെങ്കിൽ അന്തസ്സുള്ളൊരു പിതാവ് വേണം. ആ പിതാവ് വരക്കൽ തങ്ങൾ തന്നെ ആകണമെങ്കിൽ ആ നിലപാട് കയ്യിൽ വേണം. അതില്ലാതെ 90 കുളിച്ചാൽ അത് കുളിയാകൂല. ഇനി കുളിച്ചണ കോലെങ്ങനെയാ? പെറ്റിടുന്ന പെണ്ണ് മേത്തുള്ള നജസ് മുഴുവൻ അങ്ങാടി കൂടെ തെറിപ്പിച്ചാൻ പാടുണ്ടോ? റൂമിന്ന് കുളിച്ച് പുറത്തിറങ്ങണ്ടേ? ഇവന് കുളിക്കണ റോട്ട് കൂടിയാ, സകല വൃത്തിയോടും വിളിച്ചറിഞ്ഞു കാണും. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇനിയോ സുഹൃത്തുക്കളെ, വേറൊരു മൂലര് പ്രസംഗിക്കാണ് നമ്മളെ റഹ്മത്തുള്ളാഹി ഖാസിമി. അയാൾക്കൊന്ന് നന്നാകാൻ കൂടുന്ന് നമ്മൾ കരുതിയിരിക്കും. എന്താ കാട്ടണ്? അയാൾ പറയും, നോക്കി നിങ്ങള് ലീഗിനെ ശക്തിപ്പെടുത്തുക, ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക. ലീഗ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള സഭയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, ഞാൻ എന്റെ നാട്ടിലൊരു ലീഗുകാരനെ ഈ ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുത്തു. ഓൻ പറഞ്ഞു, അയ്യന്റെ മൂല്യര് അയാൾ അങ്ങനെ പറയണ്ടില്ല, ഇനി ഞങ്ങളാണല്ലോ ഇപ്പൊ അതുകൊണ്ട് കൂടുങ്ങ. ഏയ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ലീഗ് സ്വർഗത്തേക്കുള്ള പാർട്ടിയാണെങ്കിൽ തൃശ്ശൂര് വിട്ടാ മാപ്പിളാര് പേര് കോണിമലായി സ്വർഗത്തേക്ക് എത്തുക. ലക്ഷദ്വീപ് പോയോക്കാണ് ഈ ഒറ്റ കാഫിർ ലക്ഷദ്വീപിലില്ല, ഒറ്റ ലീഗുമില്ല. അയിട്ടെങ്ങനെയാ ഇനി സ്വർഗത്തേക്ക് എത്തുക? ഇങ്ങനെ ദീൻ പറഞ്ഞ എവിടെ എത്തും?
സഹോദരന്മാരെ, എന്തിനതൊക്കെ പറയുന്നവരെങ്ങള്? ലീഗാരെങ്ങനെ സുഖിപ്പിച്ചു നിർത്തിയിട്ട് ആ നിഷ്കളങ്കരായ ചെറുപ്പക്കാരുട്ടികളെ കൊണ്ട് നമ്മളെ തല്ലിക്കണം, നമ്മളെ ദൈവത്ത് മുടക്കണം, അസൂയക്കാർക്ക് നമ്മളെ പിണ്ടം വെച്ച് പുറത്താക്കാം, നമ്മളോട് ഒറ്റക്ക് മുട്ടിയാ ഒക്കൂല, മറ്റൊടുത്ത് ചാരണം. അതിനാ നിഷ്കളങ്കരായ ഉമറാക്കളെയും ചെറുപ്പക്കാരെയും ദുരുപയോഗം ചെയ്യുന്ന വൃത്തിയുടെ ലീഗ് നന്നാകാനല്ലത്. ഇതെന്തിനാരങ്ങള് ഈ ആയത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച 2 വോട്ട് കുറയല്ലേ ചെയ്യാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലീഗ് നന്നാകുമോ? എന്നാൽ സഹോദരന്മാരെ, ഇതെന്തിനാരങ്ങൾ? ആര് എവിടെ തോറ്റാലും ആണ് യൂത്ത് ലീഗാരെ കൊണ്ട് AP ഉസ്താനെ 2 പറയിപ്പിക്കുക. നബ്ബല ഈ അസൂയക്കൊരു ലദ്ദത്ത് കിട്ടും. അതുകൊണ്ടല്ലേ ഇലക്ഷൻ നടന്നാ, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം പച്ചയായി ആയത്ത് വളച്ചൊടിച്ച് ലീഗിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് റഹ്മത്തുള്ള ഖാസിമി പ്രസംഗിച്ചു, സിംസാറിലൊക്കെ പ്രസംഗിച്ചു. പലയിടത്തും ലീഗ് വിരുദ്ധ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത് തലവേദന ഉണ്ടാക്കൂലേ? ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും നിങ്ങൾ മതമില്ലെന്ന് പറയുന്ന മാർക്സിസ്റ്റുകാർ സിംസാറിലൊക്കെ തെറിവിളിച്ച് പ്രകടനം നടത്തിയോ? റഹ്മത്തുള്ള ഖാസിമിയെ വിളിച്ചോ? റഹ്മത്തുള്ള ഖാസിമിയുടെ മാതൃസംഘടനാ സെക്രട്ടറിയായി ചെറുശ്ശേരിയെ വിളിച്ചോ? എന്തേ വിളിക്കാഞ്ഞത്? ആ പാർട്ടികളുടെ പിറകെ കോൺഗ്രസിന്റെയും BJPയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിന്നിൽ തോന്നിവാസങ്ങൾക്ക് ആയത്തോതി ഏണി വെച്ചു കൊടുക്കാൻ തലപ്പാവുള്ള പണ്ഡിത കോലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ പാർട്ടികളിൽ ജീർണതയ്ക്ക് പരിധിയുണ്ട്. എന്നാൽ ഇപ്പുറത്ത് ഈ വിവരമില്ലാത്ത സാധാരണ മുസ്ലിം ചെറുപ്പക്കാർക്ക് എല്ലാ തോന്നിവാസങ്ങൾക്കും ദീന് വളച്ചൊടിച്ച് ഏണി വെച്ചുകൊടുത്ത് ആ കുട്ടികളെ ഈ മൗലവിമാരുടെ അസൂയ തീർക്കാൻ AP ഉസ്താദിനെതിരെ തിരിക്കാൻ മതം ദുരുപയോഗം ചെയ്തതുകൊണ്ട് സമുദായത്തിലെ ചെറുപ്പക്കാർ വൃത്തികേടായി. ഫലമെന്തായി? ആലിമീങ്ങളെ തെറി പറയുന്ന തെരുവുകളുണ്ടായി. കുഫിരിയത്തിലേക്ക് പോകുന്ന മുസീബത്ത് വന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ആലിമിന്റേതല്ല, ആരുടെ കോലം കെട്ടലും അപകടമാണ്. ലഅനല്ലാഹുൽ മുസവ്വിരീൻ, കോലം ഉണ്ടാക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതന്നെ തെറ്റ്. ആ കോലം ആലിമീങ്ങളെ നിന്ദിക്കാനാകുമ്പോ അത് കൂടുതൽ അപകടം. ആ നിന്ദിച്ച കോലം തക്ബീർ ചൊല്ലി കത്തിക്കുമ്പോ ദീനിലെ വലദിക്റുല്ലാഹി അക്ബർ, ദീനിലെ പ്രധാനപ്പെട്ടൊരു ദിക്റിനെ അവമതിച്ച് കുഫ്രിയത്ത് ആശങ്കപ്പെടേണ്ട തെറ്റ്. ഈ തെറ്റുകളൊക്കെ കടുക് മണിയോളം പടച്ചോനെ പേടിയില്ലാതെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടിയത് എന്തുകൊണ്ടാണ്? ഈ മൗലവിമാരുടെ ആയത്തോത്തുകൊണ്ടാണ്, ചേളാരി സമസ്തക്കാരുടെ ഏണി വെച്ചു കൊടുക്കൽ കൊണ്ടാണ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മുടെ നിഷ്കളങ്കരായ ചെറുപ്പക്കാര് നാശമായി, അല്ലേ? എന്നാൽ ലീഗാര് ജയിച്ചപ്പോഴുള്ള മുദ്രാവാക്യം നോക്കിങ്ങള്, കോലം കത്തിക്കല് നോക്കിങ്ങള്, തക്ബീർ ചൊല്ലിയിട്ടാണ്. സുഹൃത്തുക്കളെ, ഒരാലിമിന്റെ കോലം കെട്ടിച്ച് അത് തെരുവിൽ കൊണ്ടുവന്ന് കത്തിച്ച് അതിനകമ്പടിയായി തക്ബീർ ചൊല്ലി അള്ളാഹുവിന്റെ ദീനിനെ നിന്ദിക്കുന്നത് കുഫ്രിയത്ത് ഭയപ്പെടേണ്ട കാര്യമല്ലേ? ഇതിനൊന്നും നമ്മൾ ഈ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ മക്കള് വിവരമില്ലാത്തവരാണ്, ഉമറാക്കള് സാധുക്കളാണ്. ഈ ആലിമീങ്ങൾ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന രൂപങ്ങളാണ്. ഇനിയോ, ഇനി പൂരം തെറിയാണ്. യൂത്ത് ലീഗിന്റെ കുട്ടികളെ കൊണ്ട് ആലിമീങ്ങളെ തെറി വിളിപ്പിക്കാൻ. എന്തിന്? ഈ അസൂയ മൗലവിമാർക്ക് ഒരു സുഖം കിട്ടാൻ മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, മതമില്ലെന്ന് പറയുന്ന മാർക്സിസ്റ്റുകാർ, ആ മാർക്സിസ്റ്റുകാർ ജയിച്ച കുറച്ചു മണ്ഡലെന്നെങ്കിലും ഇല്ലേ ലീഗിന്റെ അത്തരല്ലാന്ന് കൂട്ടുക?
എവിടെയെങ്കിലും ഈ റഹ്മത്തുക്കലെതിരെ തോന്നിയാസം വിളിച്ചോ, സിംസാറിലക്കിനെതിരെ വിളിച്ചോ, കോൺഗ്രസുകാര് വിളിച്ചോ, BJP-ക്കാര് വിളിച്ചോ, എന്തുകൊണ്ട് വിളിച്ചില്ല? തെറ്റിന് ദീൻ പറഞ്ഞ് ന്യായീകരണം കൊടുക്കാൻ തലീക്കെട്ടുകാര് പിറകിലുണ്ടായില്ല. ഇനിയോ, ഇനി സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഇലക്ഷനിൽ കുറെ പെണ്ണുങ്ങൾ മത്സരിച്ചു. പലയിടത്തും പല പെണ്ണുങ്ങളും തോറ്റു. തോറ്റിയിൽ ലീഗിന്റെ ഉണ്ട്, മാർക്സിന്റെ ഉണ്ട്, കോൺഗ്രസിന്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ എവിടെയെങ്കിലും ആഭാസകരമായി വൃത്തികെട്ട ലൈംഗിക ചുവയുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്താ, മാർക്സിസ്റ്റുകാർ കുറച്ച് കുടിച്ചു തുള്ളിയാലും കുടിച്ചാതെ തുള്ളുന്ന ലീഗാരെ ഡോസിക്ക് എത്തണില്ല എന്ന അവസ്ഥ വന്നാൽ എന്തൊരു മുസീബത്താണ്, അതെന്തൊരു അപകടമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരെലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയുടെ കോലം പർദ്ദ ധരിച്ച്, ഒന്ന് പർദ്ദയെ നിന്ദിക്കുക, രണ്ടാമത്തേതൊരു മനുഷ്യൻ മറ്റൊരാളുടെ കോലം സ്വീകരിക്കൽ.